വായന എത്ര പേർക്ക് ഇഷ്ടമാണത്? ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷെ വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ എനിക്ക് വായന ഇഷ്ടമാണ്. ഡീപ്പായിട്ടൊന്നും അങ്ങനെ വായിക്കാറില്ലെങ്കിലും എൻ്റെ ചില ഒഴിവ് നേരങ്ങളിൽ വായന ഞാൻ ആസ്വദിക്കാറുണ്ട്. ഒരുപാട് നല്ല എഴുത്തുകാർ മലയാള സാഹിത്യത്തിലുണ്ടെങ്കിലും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ബഷീറിൻ്റെ കൃതികളാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന വിശേഷം ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന ഈ പുസ്തകത്തെക്കുറിച്ചാണ്. നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ സുഹറയും മജീദും കുട്ടിക്കാലത്തെ തൊട്ട് കൂട്ടുകാരായിരുന്നു. കഥ തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ബദ്ധശത്രുക്കളാണ്. ഇതിനകത്ത് സുഹറയുടെ നഖത്തെ പറ്റിയെല്ലാം പരാമർശിക്കുന്നുണ്ട്. എപ്പോഴും സുഹറയുടെ നഖത്തെ മജീദിന് ഭയങ്കര പേടിയായിരുന്നു, സുഹറ ഭയങ്കരമായിട്ട് മാന്തുമായിരുന്നു എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കുറേ നാൾ കഴിഞ്ഞ് ഒറ്റ കൂട്ടുകാരാകുന്നു. അങ്ങനെ അവർ പരസ്പരം ബാല്യകാലത്തിലെ ഇഷ്ടത്തിലാവും. അങ്ങനെ അവരൊരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നതും അവരുടെ നാട്ടിലെ വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാം കഥയിലുടനീളം പറയുന്നുണ്ട്. പെട്ടെന്ന് ഇരിക്കാലെയാണ് സുഹറയുടെ ബാപ്പ മരിച്ചു പോകുന്നത്. ബാപ്പ മരിച്ചതോടെ സുഹറയുടെ കുടുംബത്തിൻ്റെ താളം മൊത്തം തെറ്റുന്നു. പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള സുഹറയ്ക്ക് തൻ്റെ ഉപരിപഠനം നിർത്തിവെക്കേണ്ടതായിട്ട് വരുന്നു. പണക്കാരനായിട്ടുള്ള ബഷീറിൻ്റെ ബാപ്പ ബഷീറിനെ പട്ടണത്തിലുള്ള സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. നാട് വിട്ടു പോകുന്ന ബഷീർ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന വാർത്ത തൻ്റെ ബാല്യകാല സഖിയായിട്ടുള്ള സുഹറയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യം അവനത് കേട്ടപ്പോൾ ഒട്ടും അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. തന്നെ അവൾ കാത്തിരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം ചെയ്തു എന്നുള്ള കുറ്റപ്പെടുത്തലുകളെല്ലാം മനസ്സിലുണ്ടെങ്കിലും അത് തുറന്ന് സുഹറയോട് പറയുന്നില്ല. അതിനുശേഷമാണ് ബഷീർ മനസ്സിലാക്കുന്നത്. എന്നാൽ മജീദ് വളരെ വൈകാതെ തന്നെ തിരിച്ചറിയാണ് സുഹറ വിവാഹം ചെയ്തിരിക്കുന്ന ആൾക്ക് സുഹറയോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടവുമില്ല, അവൾ ഉപദ്രവിക്കുകയാണെന്നെല്ലാം അറിഞ്ഞതോടെ ബഷീറിന് സുഹറയോടുള്ള സ്നേഹം വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ സുഹറയ്ക്കൊരു വാക്കെല്ലാം കൊടുത്ത് തൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വേണ്ടി, അപ്പോഴേക്കും മജീദിൻ്റെ വാപ്പ നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും വളരെ യാദൃശ്ചികമായിട്ടാണ് ബഷീർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സൈക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായി ബഷീറിൻ്റെ ഒരു കാലിൻ്റെ പകുതി മുറിച്ച് കളയേണ്ടി വരുന്നത്. എന്നിരുന്നാലും തനിക്ക് സുഹറ തനിക്കായി കാത്തിരിക്കുന്നുണ്ട്, തൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബഷീർ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലികളിൽ പിന്നെയും പ്രവേശിച്ചിരുന്നു. കുറേ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകും. സുഹറയുടെ മരണവിവരം അറിഞ്ഞ മജീദിന് തൻ്റെ ലോകമേ ശൂന്യമായി പോയതായിട്ട് തോന്നുന്നു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ലോകമല്ല, എൻ്റെ ഹൃദയമാണ് ശൂന്യമായി പോയത്, എനിക്ക് മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളത് മജീദ് തിരിച്ചറിയുന്നു. സത്യം പറഞ്ഞ ഒരു നഷ്ടപ്രണയം തന്നെയാണ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിലൂടെ അദ്ദേഹം പറയുന്നത്. അടുത്ത പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ ബൈ.